എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിലെ വേർഡിൻ്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ വേർഡിലുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയില്ലേ. അതിൽ നമ്മൾ കമ്പോണൻസിൽ ഏതൊക്കെ പറഞ്ഞു? ടൈറ്റിൽ ബാർ പറഞ്ഞു, സ്റ്റാറ്റസ് ബാർ പറഞ്ഞു, ഓഫീസ് ബട്ടണും പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കുറിച്ചാണ്. ഏതാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എവിടെയാണെന്ന് ആദ്യം അറിയണ്ടേ? അപ്പം നമുക്ക് നമ്മളെ കമ്പ്യൂട്ടർ വരയ്ക്കാം അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. അപ്പം കമ്പ്യൂട്ടറിൽ വേർഡ് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴുള്ള വിൻഡോ ആണിത്, ആണല്ലോ. അപ്പം നിങ്ങളെ മനസ്സിൽ എന്ത് വേണം? നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴുള്ള ആ വിൻഡോ മനസ്സിൽ വേണേ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? ഇതാണ് അതിലെന്ത്? ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞു, ആണല്ലോ. അപ്പം ടൈറ്റിൽ ബാറിന്റെ ഇവിടെ എന്തുണ്ടാവും? സെന്ററിലായിട്ട് ആ ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലെ. ഡോക്യുമെന്റ് സേവ് ചെയ്തതാണെങ്കിൽ ആ സേവ് ചെയ്ത ഡോക്യുമെന്റിന്റെ പേരുണ്ടാവും, ആണല്ലോ. അല്ലെങ്കിൽ ഡോക്യുമെന്റ് 1 ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. അപ്പം ഇവിടെ കൺട്രോൾ ബട്ടൺ ഉണ്ടാവും 3 മിനിമൈസും മാക്സിമൈസും ക്ലോസ് ബട്ടണും. ഇവിടെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബട്ടണും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. ഇവിടെ അതേപോലെ ഇങ്ങനെ ഇവിടെ ഒരു എന്താണ്, ഇവിടെ ഈ താഴെയും ഇവിടെയും കൂടി ആയിട്ട് ഇവിടെ ഒരു ആരുണ്ടാവും? ഓഫീസ് ബട്ടൺ ഉണ്ടാവും അല്ലേ. അങ്ങനെ ടൂൾ ബാറിൽ ലെഫ്റ്റ് സൈഡിൽ ഓഫീസ് ബട്ടണോട് ചേർന്ന് കിടക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഓഫീസ് ബട്ടണോട് അടുത്തായിട്ട്, അതായത് ടൈറ്റിൽ ബാറിന്റെ. അപ്പം ഇത് ടൈറ്റിൽ ബാർ അല്ലേ. ദിസ് ഇസ് ടൈറ്റിൽ ബാർ. അപ്പം ടൈറ്റിൽ ബാറിൽ ലെഫ്റ്റ് സൈഡിൽ ഇത് നമ്മൾ ഓഫീസ് ബട്ടൺ ആണ്. ഇതിൽ നമ്മൾ കുറെ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ. ഇത് നമ്മൾ ഓഫീസ് ബട്ടൺ ആണ്. ഈ ഓഫീസ് ബട്ടണിന്റെ അടുത്തായിട്ട് ഉള്ള ഒരു ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൂൾ ബാർ ഉണ്ട്. ആ ടൂൾ ബാറിന്റെ പേരാണ് എന്ത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. എന്താണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ. എന്താണ് പേര്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൗസ് കൊണ്ടുപോയി കഴ്സർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പൊ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഓപ്പൺ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഏകദേശം ഇങ്ങനെ ഒരു വിൻഡോ അവിടെ വന്നു. ഓക്കെ. അപ്പൊ ഈ വിൻഡോ വന്നപ്പം അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അവയാണ് സേവ്, അൺഡു, ദെൻ റീഡു. ഓക്കെ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലെ ഡീഫോൾട്ട് ആയ ഓപ്ഷൻസ് ആണ് ഏതൊക്കെ? സേവ്, അൺഡു, റീഡു. ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്, അതായത് ടൈറ്റിൽ ബാറിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എവിടെയാണുള്ളത് അല്ലെ. ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓഫീസ് ബട്ടണോട് ചേർന്ന് നിൽക്കുന്ന ടൂൾ ബാർ ഏതെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലും കൂടുതൽ 2-3 തവണ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എത്ര ഡീഫോൾട്ട് ആയ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡീഫോൾട്ട് ആയ ഓപ്ഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവയല്ലാതെ, ഇവ 3 അല്ലാതെ വേറെ ഓപ്ഷൻ തന്നിട്ട് നമ്മളോട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ള ഓപ്ഷൻ ആണോ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെ ഓപ്ഷൻ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് തന്നെ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഒരു വിൻഡോ വന്നു. ആ വിൻഡോയിലുള്ള ആൾക്കാരാണ് അവർക്ക് സേവ്, അൺഡു, റീഡു. ഇവ 3 ഡീഫോൾട്ട് ആയിട്ടുള്ള ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ള ഓപ്ഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ. ദെൻ ഈ സേവ്, അൺഡു, റീഡു. ഇപ്പൊ നമ്മൾ സേവ്, അൺഡു, റീഡു പറഞ്ഞത് കൊണ്ട് സേവിന്റെ ഷോർട്ട് കട്ട് ഒന്ന് വേണേ പറയാം. എന്തായിരുന്നു സേവിന്റെ ഷോർട്ട് കട്ട്? ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഷോർട്ട് കട്ട് കീന്റെ ക്ലാസ്സിലൊക്കെ എടുത്തെടുത്ത് പറഞ്ഞതാണ്. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇവ 3ന്റെയും ഷോർട്ട് കട്ട് കീസ്
എത്രയോ തവണ ചോദിച്ചതാണ്. അപ്പം വെറുതെ ഒന്നും കൂടെ പറയാം. എന്തായിരുന്നു? കൺട്രോൾ പ്ലസ് എസ് ആണ് ഇത് സേവ് ആണല്ലോ. അണ്ടോ കൺട്രോൾ പ്ലസ് സെഡ് അല്ലെ? കൺട്രോൾ പ്ലസ് സെഡ് ആണ് അണ്ടു. ദെൻ റീഡു കൺട്രോൾ പ്ലസ് വൈ ആണല്ലോ. ക്ലിയർ അല്ലേ? കൺട്രോൾ പ്ലസ് എസ് സേവ്, കൺട്രോൾ പ്ലസ് സെഡ് അണ്ടു, കൺട്രോൾ പ്ലസ് വൈ റീഡു ആണല്ലോ. ഇവ മൂന്നുമാണ് ക്വിക്ക് ടൂൾ ബാറിലുള്ള ഡീഫോൾട്ട് ആയ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ്. ക്വിക്ക് ടൂൾ ബാറിലെ ഡീഫോൾട്ട് ആയ ഓപ്ഷൻസ് ആണ് സേവ്, അണ്ടു, റീഡു. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ ഡീഫോൾട്ട് ആയത് എല്ലാ ഇതിലും പഠിക്കാനുണ്ടാവും. അത് നിങ്ങൾ എടുത്ത് പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് ഒക്കെ ഒന്ന് ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിങ്ങനെ ഇതിൽ പഠിക്കുമ്പം ഓരോന്ന് കാണുമ്പം അതിന്റെ ഷോർട്ട് കട്ട് കീ അന്നേരം തന്നെ ആലോചിച്ച് നമുക്ക് അതിന്റെ കൂടെ പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ നന്നായി പഠിച്ചു എന്നാട്ടോ അർത്ഥം. നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ അതിന്റെ ഷോർട്ട് കട്ട് കീ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, അതല്ല കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന നേരം സൈഡിൽ ഇങ്ങനെ ഇതേപോലെ എഴുതി വെച്ചാലും മതി. അപ്പം പിന്നെ ഷോർട്ട് കട്ട് കീ പഠിച്ചു കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഷോർട്ട് കട്ട് കീ അവിടെ ഒന്നും കൂടെ കാണുമ്പോൾ ഒന്നും കൂടെ ഓർമ്മ കിട്ടും. അങ്ങനെ ഒന്ന് തറവാവും ചെയ്യും. ഓക്കെ, അപ്പം ഇതിലുള്ള ക്വിക്ക് ടൂൾ ബാറിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ് ആര്? സേവും, അണ്ടും, റീഡും. ഇനി ഒരു പ്രാവശ്യം ഏത് എക്സാമിനാന്ന് എനിക്ക് ഓർമ്മയില്ല, ടൈപ്പിസ്റ്റിന്റെ ഏതൊരു എക്സാമിന്, LD ടൈപ്പിസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, ഓപ്ഷൻസ് കൊടുത്തു, സേവ് കൊടുത്തു, അണ്ടു കൊടുത്തു, റീഡ് കൊടുത്തു, സേവ് ആസും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു താഴെ തന്നിരിക്കുന്നവയിൽ ക്വിക്ക് ടൂൾ ബാറിലുള്ള ഓപ്ഷൻ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായിരുന്നു വരിക? സേവ് ആസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കാൻ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസ് ബട്ടണിലുള്ള ഓപ്ഷൻസും ഇതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വിക്ക് ടൂൾ ബാറിനെ കുറിച്ചല്ലേ പറയുന്നത്. ഈ ക്വിക്ക് ടൂൾ ബാറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്താണ്? ക്വിക്ക് ടൂൾ ബാറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. അവയാണ് ഏതൊക്കെ? ന്യൂ, കണ്ടോ അവിടെയും ഇവിടെയും വരുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഞാൻ പറഞ്ഞത്. ന്യൂ, ഓപ്പൺ, അത് ഞാൻ വേറെ എഴുതാം. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇത് മായ്ക്കുന്നേ. നമ്മൾ പറയുന്നത് ക്വിക്ക് ടൂൾ ബാറിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഏതൊക്കെ? ന്യൂ, ദെൻ ഓപ്പൺ, ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, അതേപോലെ ഇമെയിൽ, ന്യൂ, ഓപ്പൺ, ഇമെയിൽ, ക്വിക്ക് പ്രിന്റ്, ഏതാണ്? ക്വിക്ക് പ്രിന്റ്, ദെൻ പ്രിന്റ് പ്രിവ്യൂ, ഇതാണ് പ്രിന്റ് പ്രിവ്യൂ, ദെൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ദെൻ ഡ്രോ ടേബിൾ. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോ ടേബിൾ, അതേപോലെ മോർ കമന്റ്സ്, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ ഓഫീസ് ബട്ടണിലും ഈ ന്യൂ, ഓപ്പണും അതേപോലെ പ്രിന്റും ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ പറയാഞ്ഞതും. അപ്പം ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ക്വിക്ക് ടൂൾ ബാറുകൾ കുറച്ചെണ്ണാണ് ഏതൊക്കെ? ന്യൂ, ഓപ്പൺ, മെയിൽ, ഇമെയിൽ, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ, അതേപോലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ഡ്രോ ടേബിൾ, അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ ക്വിക്ക് ടൂൾ ബാർ ക്ലിയർ ആയില്ലേ? ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ ക്വിക്ക് ടൂൾ ബാർ നന്നായി പഠിക്കണം. ക്വിക്ക് ടൂൾ ബാറിലുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പൊ ക്വിക്ക് ടൂൾ ബാറിലുള്ള ഡീഫോൾട്ട് ആയ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? സേവ്,
അൺഡു, റീഡു. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് ടൈറ്റിൽ ബാറിലുള്ള ഓപ്ഷൻസ് ടൂളുകളൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ഒന്നും കൂടെ നമ്മളെ കമ്പ്യൂട്ടർ വരയ്ക്കുകയാണ്. കമ്പ്യൂട്ടർ സ്ക്രീൻ വരയ്ക്കുന്നു. ഏകദേശം നിങ്ങൾ സ്ക്രീനായിട്ട് കാണാം അല്ലേ? ഇപ്പം ഇതാണ് നമ്മളെ ടൈറ്റിൽ ബാർ. അപ്പം ഇവിടെ നമ്മള് ഏതുണ്ട്? ഓഫീസ് ബട്ടൺ ഉണ്ട്, അതേപോലെ ക്വിക്ക് അക്സസ് ടൂൾ ബാർ ഉണ്ട്, അതേപോലെ ഇവിടെ കൺട്രോൾ ബട്ടണുകൾ ഉണ്ട്. ഇവിടെ കുറെ കൺട്രോൾ ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു ഹെൽപ്പിന്റെ ഒരു ബട്ടൺ ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടൈറ്റിൽ ബാർ ആണ്. ഇവിടെ നമ്മൾ ഡോക്യുമെന്റിന്റെ പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ ഇവിടെ. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവയ്ക്ക് തൊട്ട് താഴെയുള്ള അതായത് ക്വിക്ക് അക്സസ് ടൂൾ ബാറിനും അതായത് ഇവിടെയല്ല ഇതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ അതായത് ഈ ക്വിക്ക് അക്സസ് ടൂൾ ബാറിനും ഓഫീസ് ബട്ടണും ടൈറ്റിൽ ബാറിനും ഒക്കെ താഴെയായിട്ട് ഇവിടെ ഒരു റിബൺ പോലെ ഷേപ്പില് അല്ലെ റിബൺ പോലെ ഇങ്ങനെ ഉള്ള ഒരു ഭാഗമുണ്ട്. ഇതാണ് 2007 വേർഷനിലുള്ള പുതിയൊരു മെനു എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയാം. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിബൺ. ഏകദേശം റിബൺ പോലെ റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ ഇത്രയും ഭാഗമുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ റിബൺ എന്ന് പറയുന്നത് ക്വിക്ക് അക്സസ് ടൂൾ ബാറിന്റെയും അല്ലെങ്കിൽ ടൈറ്റിൽ ബാറിന്റെ ഒക്കെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് റിബൺ എന്ന് പറയുന്നത്. റിബൺ എന്ന് പറയുന്നത് 2007 വേർഷനിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഇത് റിബൺ. ഓക്കെ, ഇനി ഈ റിബണിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ടാബുകൾ ഉണ്ട്. ഹോം ടാബ് ഉണ്ട്, അതേപോലെ ഇൻസേർട്ട്, ഹോം, ഇൻസേർട്ട്, അതേപോലെ നമ്മളെ പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, അതേപോലെ വ്യൂ, അങ്ങനെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, അങ്ങനെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ പറയൂ അതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഉള്ള ഒരു റിബൺ പോലുള്ള അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ഭാഗമാണ് ഇത് റിബൺ മെനു എന്ന് പറയുന്നത്. 2007 വേർഷൻ തൊട്ടുള്ളതാണ്. 2007 വേർഷന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ടാബുകൾ ഉൾക്കൊള്ളുന്ന ഒരു എന്താ പറയാ ഒരു ഭാഗമെന്നോ പറയാ എന്തിന് റിബൺ നമുക്ക് പറയാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഹോം, ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരുപാട് ടാബുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ടാബിലും ഇപ്പൊ ഹോം ടാബ് എടുത്താലും ഇൻസേർട്ട് ടാബ് എടുത്താലും ഇവയ്ക്കൊക്കെ ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതായത് ഈ ഹോം ടാബ് തന്നെ കുറെ കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പം ഹോം ടാബ് പറയുകയാണെങ്കിൽ അതിൽ തന്നെ ഫോണ്ട് ഗ്രൂപ്പ്, ക്ലിപ്പ് ബോർഡ്, അങ്ങനെ പറഞ്ഞിട്ട് പാരഗ്രാഫ് ഗ്രൂപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി ഓരോ ഗ്രൂപ്പുകളിലും എന്തുണ്ട്? ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഓരോ ടാബുകൾക്കും ഓരോ സ്പെസിഫിക് ഗ്രൂപ്പുകൾ ഉണ്ട്. ഓരോ സ്പെസിഫിക് ഗ്രൂപ്പുകൾക്കും എന്തുണ്ട്? ഓരോ ഓപ്ഷണൽ അല്ലെങ്കിൽ ഓരോ പിന്നെന്തുണ്ട്? കമാൻഡുകൾ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പം ഹോം ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഹോം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടാബ് എടുത്തെങ്കിൽ ആ ഹോം എന്ന് പറഞ്ഞ ടാബിൽ എനിക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ക്ലിപ്പ് ബോർഡ് അത് ഹോമിലുള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പൊ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ അതിൽ 2, 3, 4 ഗ്രൂപ്പുകൾ ഉണ്ട്. ഇനി ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗ്രൂപ്പിംഗ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പം ഹോം എന്ന് പറഞ്ഞ ടാബ്, ആ ടാബിലുള്ള ഒരു ഗ്രൂപ്പാണ് ആര്? ക്ലിപ്പ് ബോർഡ്. അപ്പൊ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പില് എന്തുണ്ടാവും? വേറെയും ഓപ്ഷൻസ് ഉണ്ട്. കട്ട്, അതേപോലെ തന്നെ ഫോർമാറ്റ് പെയിന്റ്, ഫോർമാറ്റ് പെയിന്റർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സോറി, റിബൺ എന്ന് പറയുന്ന മെനുവില് ഒരുപാട് ടാബുകൾ ഉണ്ട്. ഈ ഓരോ ടാബുകൾക്കും എന്തുണ്ട്? ഓരോ സ്പെസിഫിക് ആയ ഗ്രൂപ്പുകൾ ഉണ്ട്. ഓരോ സ്പെസിഫിക് ഗ്രൂപ്പിനും
എന്തുണ്ട്, പ്രത്യേകം എന്ത് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ റിബൺ മെനുവിൽ ഉൾപ്പെടുക. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നിനെ കുറിച്ചും പഠിക്കണം. ഹോമിനെ കുറിച്ച് പഠിക്കണം, ഇൻസേർട്ട്, അങ്ങനെയുള്ള റിബൺ മെനുവിലുള്ള എല്ലാ ടാബുകളെ കുറിച്ചും പഠിക്കണം. അതേപോലെ തന്നെ ഓരോ ടാബിലെയും ഓരോ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കണം. ഓരോ ഗ്രൂപ്പിലെയും ഓരോ ഓപ്ഷൻസിനെ കുറിച്ചും പഠിക്കണം. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഉണ്ടാവും പഠിക്കാൻ. അതുകൊണ്ടാണ് വേർഡ് നമുക്ക് കുറച്ച് കൂടുതലായി പഠിക്കാൻ വരുന്നത്. എക്സലിലും പവർ പോയിന്റിലും അത്ര വരില്ല. പക്ഷെ വേർഡ് ഇങ്ങനെ ഇതായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്, നമ്മള് റിബൺ മെനുവിലുള്ള ആരൊക്കെ ടാബുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ റിബണിലുള്ള പ്രധാനപ്പെട്ട ടാബുകളാണ് അവിടെ എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ മാറ്റി എഴുതുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഹോം, ദെൻ അടുത്ത ആളാണ് ആര്, ഇൻസേർട്ട്. ഇതൊക്കെ ഓരോ ടാബുകളാണ്. പേജ് ലേഔട്ട് ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, ദെൻ റെഫറൻസ് ടാബ്, മെയിലിംഗ്, ദെൻ ഇവിടെ എഴുതേ ബാക്കി റിവ്യൂ, ദെൻ വ്യൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടാബുകളാണുള്ളത്? ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ്, ദെൻ വ്യൂ ടാബ്. ഓക്കെ, അപ്പൊ ഇത്രയും ടാബുകളാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോ ടാബിനെ എടുത്ത് പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്വിക്ക് അക്സസ് ടൂൾ ബാറിലാണ് അല്ലേ? അപ്പൊ ക്വിക്ക് അക്സസ് ടൂൾ ബാർ എന്താണ്, ആരൊക്കെയാണ് അതിലുള്ള ഡീഫോൾട്ട് ആയ ഓപ്ഷൻസ്, അവയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ക്വിക്ക് അക്സസ് ടൂൾ ബാറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അല്ലെ? കസ്റ്റമൈസ് ചെയ്തിൽ ഏതൊക്കെ ഓപ്ഷനിൽ കൊടുക്കാം എന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ആയ 7 മാത്രം ഉള്ള, അല്ലെങ്കിൽ 7 തൊട്ട് കണ്ടുവരുന്ന റിബൺ മെനുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റിബൺ മെനുവിനെ പറഞ്ഞപ്പോ റിബൺ മെനുവിൽ ഓരോ ടാബ് പറഞ്ഞു. ഓരോ ടാബിനും കൃത്യമായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നും ഓരോ ഗ്രൂപ്പിലും ഓപ്ഷൻസുകൾ ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ ഓരോ ടാബുകൾ ഏതൊക്കെ ടാബുകളാന്നുള്ളത് വരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓരോ ടാബിലുള്ള ആൾക്കാരെ കുറിച്ചും ഓരോ ടാബിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കും. ഓരോ ഗ്രൂപ്പുകളിലുള്ള ആരെ കുറിച്ച് പഠിക്കും? ഓപ്ഷൻസിനെ കുറിച്ചും പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ആയിട്ട് തൊട്ട് മുന്നേ പഠിച്ച ക്ലാസ് ഉണ്ടാവല്ലോ വേർഡിന്റെ, അതുകൂടി ഇത് പഠിച്ചിട്ട് ഒന്നും കൂടി അതുകൂടി റിവൈൻഡ് ചെയ്യുക. അപ്പൊ അത് രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം അങ്ങ് റെഡിയായി. പിന്നെ അടുത്തത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ വേർഡ് നിങ്ങൾ പിന്നെ ഒരു ഇതെടുത്ത് സമയം എടുത്ത് പഠിക്കണ്ട. നമ്മൾ ഷോർട്ട് കട്ട് ഒക്കെ പഠിച്ച പോലെ തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കുക. അടുത്ത ബാക്കിയുള്ള ഓപ്ഷനെ കുറിച്ച് ഓരോ ടാബുകളെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ടിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.